ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ക്ലാസ്സുകൾ നിർവഹിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കേൾക്കാലോ മാസ്റ്റർ? കേൾക്കാം. കർത്താവിൻ്റെ ധന്യമേറിയ തിരുനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ടതിനായി നിങ്ങൾ ഒരുമിച്ച് എനിക്ക് ഇവിടെ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനാകുന്ന ദൈവം നൽകുന്ന അവസരങ്ങളെ നന്ദിയോടുകൂടെ ഓർത്ത് ഞാൻ എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. അവിടെ സന്ധ്യാസമയമാണല്ലോ. ചേർന്ന് കർത്താവിന് സ്തുതിക്കാൻ നൽകുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളെ നമുക്ക് കർത്താവ് സമ്മാനിക്കുന്നതിനായി ദൈവത്തിന് മഹത്വം. വിശേഷിച്ച് ബഹുമാന്യനായ ടിജു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും, ദൈവവചനം പഠിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ ഹൃദയപൂർവ്വമുള്ള വന്ദനത്തെ അറിയിക്കുന്നു. അല്പം താമസിച്ചാണ് കയറാൻ കഴിഞ്ഞു. നെറ്റിൻ്റെ ചെറിയൊരു പ്രയാസം നേരിട്ടു, കണക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് 5-ാമത്തെ അധ്യായമാണ് പഠിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു സിലബസ് തന്നിരുന്നു. ഇന്ന് നമ്മൾ 5-ാമത്തെ അധ്യായം, ചാപ്റ്റർ 5 ആണ് പഠിക്കുന്നത്. സഭയുടെ സ്ഥാപനം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി പഠനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി പഠനങ്ങളും സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഓരോ കാലഘട്ടത്തിലും ഉടലെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തലുകളിൽ ഒന്ന്, നമ്മൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ വിലയിരുത്തലുകളിൽ ഒന്ന്, സഭ സ്ഥാപിക്കപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ പെന്തക്കോസ്ത് ദിനത്തിൽ സഭ സ്ഥാപിതമായി എന്നതിനോടൊപ്പം സഭയുടെ സ്ഥാപനം എന്ന വിഷയത്തെ കുറെ കൂടെ ഗൗരവത്തോടുകൂടെ പഠിക്കാൻ നമുക്ക് കഴിയണം. ഏതാണ്ട് 4-5 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സിലബസിൽ തന്നെ നമ്മൾ തന്നിരുന്നു. എന്താണ് നമ്മൾ അവിടെ പറയാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഏതാണ്ട് 7 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വർത്തമാന യുഗത്തിലേത് മാത്രമാണ് സഭ എന്നൊരു ചിന്തയാണ്. രണ്ടാമത്തത്, സഭ പെന്തക്കോസ്തിലാണ് സ്ഥാപിതമായത്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു. സഭ സ്ഥാപിക്കപ്പെട്ടത് ക്രിസ്തു എന്ന പാറമേലാണ്. അതാണ് മൂന്നാമത്തെ ചിന്ത. 4, സഭ സ്ഥാപിതമാകുകയല്ലായിരുന്നു, കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ സഭ ജനിക്കുകയായിരുന്നു എന്നുള്ളതാണ് നല്ല പദം. അതാണ് 4-ാമത്തെ ചിന്ത. പിന്നെ സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയുന്നത്, സാർവത്രിക സഭയും പ്രാദേശിക സഭയും ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം, സഭാചരിത്രത്തിൽ പറയുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സഭയുടെ പേരുകൾ എന്താണ് എന്ന് നമ്മൾ ഈ ഭാഗത്തൊന്ന് ചിന്തിക്കുന്നുണ്ട്. അവസാനമായി ആദിമസഭയുടെ സംവിധാനങ്ങൾ എന്തായിരുന്നു എന്നും കൂടെ പറയാൻ നമുക്ക് ഈ അധ്യായം പ്രയോജനപ്പെടും. ഞാൻ ആ വിഷയങ്ങളിലേക്ക് വരികയാണ്. ഒന്ന്, സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ കാര്യം, വർത്തമാന യുഗത്തിലേത് മാത്രമാണ് സഭ. മത്തായിയുടെ സുവിശേഷം 16:18 കർത്താവ് പറയുന്ന പ്രയോഗമാണ് ഇതിന്റെ അവലംബമായ വാക്യം. ഞാൻ എൻ്റെ സഭയെ പണിയും, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം
ഓയിക്കോഡമോസ് എന്ന പദമാണ്. അത് ഫ്യൂച്ചർ ഇൻഡിക്കേറ്റീവ് ടെൻസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് യേശു പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. അതിന്റെ അർത്ഥം എന്തായിരുന്നു? സഭ അതുവരെ പണിയപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. സഭ അതുവരെ, അതായത് യേശു പറയുന്ന സമയത്ത് സഭ പണിയപ്പെട്ടിട്ടില്ല. അപ്പോ സഭ ആരംഭിക്കുന്നത് യേശുവിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ പ്രഖ്യാപനത്തിലൂടെ അല്ല, മറിച്ച് ഈ യുഗങ്ങളെ കുറിച്ചുള്ളൊരു പഠനമുണ്ട്, ഡിസ്പെൻസേഷൻ. ആ യുഗങ്ങളിൽ അത് പഠിപ്പിക്കുന്ന ആളുകൾ കൂടുതലായി അവകാശപ്പെടുന്നത് കൃപായുഗത്തിലാണ് സഭ, അല്ലെ? കൃപായുഗത്തിലെയാണ്. ഡിസ്പെൻസേഷനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ടിജോ പാസ് കുറച്ചുകൂടെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ യുഗത്തിൽ കൃപായുഗത്തിലാണ് സഭ, അങ്ങനല്ലേ പാസ്സായി? കൃപായുഗത്തിൽ സഭ. പക്ഷെ കൃപായുഗം എന്ത് ചെയ്തിട്ടില്ല? തീർന്നിട്ടില്ല. ആ കാലഘട്ടം അവസാനിച്ചിട്ടില്ല, കൃപായുഗം തീർന്നില്ല. അപ്പൊ സഭ കൃപായുഗത്തിലെയാണ്, അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലെയാണ് സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ യേശുവിന്റെ കാലത്ത് എന്ത് ചെയ്തിട്ടില്ല? ആ പാസ്റ്റിൽ സഭ പണിയപ്പെട്ടിട്ടില്ല, പിന്നെ അതിനുശേഷമാണ് സഭ പണിയപ്പെടുന്നത്. അപ്പൊ യേശു പറയുന്ന കൃപായുഗം പെന്തക്കോസോടു കൂടിയാണ്, അല്ലെങ്കിൽ ആ പണിയും എന്ന് പറഞ്ഞ സ്ഥലം പെന്തക്കോസോടു കൂടിയാണ് ആരംഭിച്ചതെങ്കിൽ, അത് കൃപായുഗത്തിലാണ് ആരംഭിച്ചതെങ്കിൽ, ആ കൃപായുഗം ഇന്നുവരെയും തീർന്നിട്ടില്ല എന്നാണ് ആശയം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെൻസ് പഠിക്കുന്ന ആ ടെൻസിൽ അല്ല, ഇത് കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്പെൻസേഷനുമായി ബന്ധപ്പെട്ട്, ഈ യുഗങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ യുഗത്തിന്റെ ആരംഭം പെന്തക്കോസ്, അതായത് കൃപായുഗത്തിലെയാണ്. ഈ യുഗത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ചരിത്രങ്ങളാണ് ക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, കൂടാതെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷത എന്നീ കാര്യങ്ങൾ കൃപായുഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോ ഒറ്റപ്പദം പറഞ്ഞാൽ വർത്തമാന യുഗത്തിലേത് മാത്രമാണ് സഭ. ഇനി ഈ കൃപായുഗം അവസാനിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തില്ല? സഭ ഉണ്ടായിരിക്കുന്നില്ല. ഉണ്ട്, പക്ഷേ ഈ അർത്ഥത്തിലില്ല. ഏത്? ആ സഭയിലേക്ക് അംഗങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന അർത്ഥത്തിൽ സഭ ഉണ്ടായിരിക്കില്ല. അതാണ് അവിടെ അർത്ഥമാണ്. കൃത്യമായി പറഞ്ഞാൽ സഭ ഒരു ബ്രാക്കറ്റ് ഫീൽഡിലാണ്. മനസ്സിലായോ? സഭ ഒരു ബ്രാക്കറ്റ് ഫീൽഡിലാണ്. കർത്താവിന്റെ മടങ്ങി വരവ് വരെയാണ് സഭ ഇരിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്തിൽ തുടങ്ങി ക്രിസ്തുവിന്റെ വരവ് വരെ ആ ബ്രാക്കറ്റ് പീരീഡിൽ മാത്രമാണ് സഭയുള്ളത്. സഭയ്ക്ക് ആ അർത്ഥത്തിൽ ഒരു ഫ്യൂച്ചർ ഇല്ല. ഫ്യൂച്ചർ ഇല്ല എന്ന് പറയുന്ന ആശയം പിടികിട്ടണം. സഭയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ക്രിസ്തുവുമായിട്ടുള്ള വാസവും മറ്റു കാര്യങ്ങളുമാണ്. ആ അർത്ഥത്തിൽ ഒരു ഫ്യൂച്ചർ സഭയ്ക്ക് പേഴ്സണലി ഉണ്ട്. പക്ഷേ യേശുക്രിസ്തു മടങ്ങി വന്നതിന് ശേഷം സഭയിലേക്ക് ഒരാളും കൂടെ പ്രവേശിക്കാന്ന് ചിന്തിച്ചാൽ നടക്കുകയില്ല. ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടിയോ പാഷ? യേശുക്രിസ്തു മടങ്ങി വന്നു, അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റുകയില്ല? സഭയിലേക്ക് ഒരാൾ കൂടെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? കയറാനായിട്ട് പറ്റത്തില്ല. എന്നാൽ പെന്തക്കോസ്തിന് മുമ്പ് സഭയ്ക്ക് ആൾക്കും എന്ത് ചെയ്യാൻ പറ്റുകയില്ല? സഭയ്ക്ക് അകത്ത് അംഗത്വം ഇല്ല. പെന്തക്കോസ്തിന് മുമ്പും സഭയ്ക്കകത്ത് കയറാൻ പറ്റുകയില്ല. പെന്തക്കോസ്ത് ദിനത്തിന് ശേഷമാണ് സഭയുടെ ആരംഭം. അതാണ് ഞാൻ പറഞ്ഞത് കൃപായുഗ കാലം അല്ലെങ്കിൽ വർത്തമാന കാലം. ഇനി അടുത്തൊരു ഫ്യൂച്ചറിൽ കർത്താവ് വന്നു കഴിഞ്ഞ ശേഷവും എന്ത് ചെയ്യാൻ പറ്റുകയില്ല? സഭയിൽ അംഗത്വം എടുക്കാൻ പറ്റുക. അപ്പൊ ഒരു ബ്രാക്കറ്റ് പീരീഡ്, ഒരു കാലഘട്ടത്തിൽ മാത്രം, അതിനൊരു പദമാണ് ഞാൻ പറഞ്ഞത്, വർത്തമാന കാലഘട്ടത്തിലേത് മാത്രമാണ് സഭ എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തത്, നമുക്കറിയാം സഭ പെന്തക്കോസ്തിലാണ് സ്ഥാപിതമായത് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യമാണ് സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഭ പെന്തക്കോസ്തിൽ. അപ്പോ നിരവധി തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളുണ്ട്. ഒന്നാമത്തെ ഞാൻ പറയാം, ക്രിസ്തുവിന്റെ മരണത്തോടു കൂടി സഭ ബന്ധിക്കപ്പെട്ടിരിക്കാൻ ക്രിസ്തുവിന്റെ മരണം വരെ സഭയില്ല. എഫേസ്യലേഖനം 5:21 അത് വ്യക്തമാക്കുന്നുണ്ട്. സഭ ക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോഴല്ല, ക്രിസ്തുവിന്റെ മരണം വരെ സഭ ഇല്ല. എഫേസ്യലേഖനം
5:27 അത് വ്യക്തമാക്കുന്നു. ഇനി 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെയാണ് സഭയുടെ പുനരുദ്ധാന ജീവൻ ലഭിച്ചത്. എന്താണ് അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്. മാത്രമല്ല നമ്മുടെ ഉറപ്പ് എന്താണ്? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭർത്തൃ ശരീരങ്ങളും ഉണ്ടോ. സഭയുടെ ഉയർപ്പ് സഭയുടെ ഉയർപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുക പുനരുദ്ധാനം. അപ്പൊ സഭയ്ക്കൊരു പുനരുദ്ധാന ജീവൻ ലഭിച്ചത്, സഭയുടെ ശക്തിയും പ്രത്യാശ അതാണ്, രൂപാന്തരവും പുനരുദ്ധാനവും. അപ്പൊ ഈ പുനരുദ്ധാന ശക്തി ജീവൻ ലഭിച്ചത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെയാണ്. അപ്പൊ ക്രിസ്തു പുനരുദ്ധാനം നടത്തിയതിലൂടെയാണ് സഭയ്ക്ക് പുനരുദ്ധാനം കിട്ടിയതെങ്കിൽ ക്രിസ്തുവിന്റെ മരണശേഷമാണ് സഭ സ്ഥാപിതമായത്. നമുക്കറിയാം, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നു എന്ന് പറയും, അല്ലെ? അപ്പോ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സർവത്തിനു മീതെ അല്ലെങ്കിൽ സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് പിതാവായ ദൈവം ഇരുത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ദൈവം സഭയുടെ തലയാക്കി ക്രിസ്തുവിനെ വെച്ചു. വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കുറിച്ചെടുക്കണം. വാക്യങ്ങൾ, ഈ പറയുന്ന സെന്റൻസുകൾ, അതിന്റെ ആ പോയിന്റ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ആ വാക്യങ്ങളിൽ കൂടെ നിങ്ങളൊന്ന് പിന്നീട് വായിച്ചു നോക്കണം. അപ്പം സഭയുടെ തലയാക്കി ക്രിസ്തുവിനെ വെച്ചിരിക്കുക. ആരെ വെച്ചിരിക്കുന്നത്? പിതാവായ ദൈവമാണ്. അപ്പൊ സഭയുടെ തലയാക്കി വെക്കണമെങ്കിൽ ക്രിസ്തു എവിടെ ഇരിക്കണം? താഴെ ഇരുന്നാൽ പോരാ, മുകളിൽ ഇരിക്കണം. അപ്പൊ സഭയ്ക്ക് തലയുണ്ടായത് ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമാണ്. സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്നും അപേക്ഷകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തു സഭയുടെ തലയാണ്. അപ്പം സഭ സ്ഥാപിതമായത് ക്രിസ്തു ഇവിടെ ജീവിച്ചിരുന്നപ്പോഴല്ല, മരണത്തിന് ശേഷമാണ് എന്ന് അത് തെളിയിക്കുന്നു സ്വർഗാരോഹണം. 4-ാമത്തെ കാര്യം, എഫേസ്യ ലേഖനം 4:7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ പ്രവർത്തനത്തിന് ആധാരമായിരിക്കുന്നത് ക്രിസ്തു ഉയരത്തിൽ കയറി നൽകിയ കൃപാദാനങ്ങളാണ്. ആ വാക്യം അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് സഭ നിലനിൽക്കുന്നത്, സഭ പ്രവർത്തിക്കുന്നു. ഇന്നലെ രാത്രിയിലും കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങളും കൃപാദാനങ്ങളും ക്രിസ്തു നൽകിയ അനുഗ്രഹങ്ങളുമാണ് നമ്മുടെ നിലനിൽപ്പ്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ് കിട്ടുന്നത്? ക്രിസ്തു സഭയ്ക്ക് വേണ്ടി അത് നൽകുന്നത് സ്വർഗത്തിലേക്ക് കരയേറിയതിനു ശേഷമാണ്. ഞാൻ പോവുകയാണ്, ഞാൻ സകല അധികാരവും നിങ്ങൾക്ക് നൽകിയിട്ട് പോവുകയാണ്. മനസ്സിലായോ? അപ്പോഴാണ് മരണത്തിന് ശേഷമാണ് സഭയുടെ. അതിന്റെ കാരണം ചിലർ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞെടുത്തേ സഭ തുടങ്ങിയത്. ചിലർ പറഞ്ഞ ക്രൂശിൽ യേശു കിടക്കുമ്പോൾ തന്നെ സഭ ആരംഭിച്ചു. ചിലർ പറഞ്ഞ ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സഭയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതങ്ങനെയല്ല, സഭ ആരംഭിച്ചത് പെന്തക്കോസ്തിലാണ്. 5-ാമത്തെ തെളിവ് പറയുന്നു, യോഹന്നാൻ 17:17 സഭയെ സംബന്ധിക്കുന്ന അടിസ്ഥാന സത്യം പരിശുദ്ധാത്മാവിലൂടെ ദൈവം വസിക്കുന്ന മന്ദിരമെന്ന്. അപ്പൊ ദൈവം വസിക്കുന്ന മന്ദിരമാണ് സഭയെങ്കിൽ, പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവം വസിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് കൃത്യമായി വന്നത്, കാര്യസ്ഥനായി തീർന്നത്, നമ്മെ നയിക്കേണ്ടതിന് ഇറങ്ങി വന്നത് പെന്തക്കോസ്ത് ദിനത്തിലാണ്. സഭ സ്ഥാപിതമായത് പെന്തക്കോസ്ത് ദിനത്തിലാണ് എന്നൊക്കെ തന്നെ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി വീണ്ടും അടുത്ത പ്രയോഗം നമ്മൾ കാണുന്നത്, 3-ാമത്തെ ചിന്ത, ക്രിസ്തു എന്ന പാറമേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ എക്കാലത്ത് നടന്നിട്ടുണ്ട്. പത്രോസ് എന്ന പാറമേലാണ്, പിന്നെ പത്രോസാണ് സഭയുടെ അടിസ്ഥാനം എന്ന് വാദിക്കുന്ന കത്തോലിക്ക സമൂഹം അടക്കമുള്ളവരുണ്ട്. അപ്പം പാറ ആരാണ്? ക്രിസ്തുവാണോ പാറ പത്രോസാണോ എന്നത് സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ അടിസ്ഥാനം കാറ്റും മഴയും പ്രതികൂലങ്ങളും കാലാവസ്ഥകളും ഒക്കെ എതിരാകുമ്പോഴും
അത് നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒത്തിരി പഠനങ്ങൾ ബൈബിള് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ചില റെഫറൻസുകൾ ഞാൻ പറയാം ഇതുമായി ബന്ധപ്പെട്ട്. റോമാലേഖനം 9:33, 1 കൊരിന്ത്യർ 10:4, റോമാലേഖനം 9:33, 1 കൊരിന്ത്യർ 10:4, 1 പത്രോസ് 2:8, മത്തായി 7:24 മുതൽ 27 വരെ. മത്തായി 7:24 മുതൽ 27 വരെ. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട റെഫറൻസുകളാണ്. ക്രിസ്തുവിന്റെ പ്രയോഗത്തിൽ പാറ ഒരിക്കലും പത്രോസ് ആകുന്നില്ല. എന്നാൽ ഈ കേഫ എന്ന പദമാണ് പ്രശ്നം. പത്രോസ് എന്ന പദമാണ് പ്രശ്നം. യോഹന്നാന്റെ സുവിശേഷം ആദ്യ അധ്യായത്തിൽ പത്രോസിനെ കാണുമ്പോൾ ശിമോൻ, യോഹന്നാന്റെ മകനായ ശിമോൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കേഫ ആക്കും, നിന്റെ പേര് മാറ്റും, അത് പത്രോസ് ആണ്. പെട്രോസ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. പെട്രോസ് എന്ന പദത്തിൽ നിന്ന് പത്രോസ് എന്ന പദം ഉണ്ടാകും. രണ്ടാമത്തത്, ഈ പദങ്ങള് പഠിക്കുമ്പോൾ ഈ യേശു പറയുന്ന പദം, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭ. ഇത് കോൺവെർസേഷൻ അല്ലെ. നമ്മളിപ്പം ജോമറ്റ് വർഗീസ് ദൈവദാസനോട് ഞാൻ പറയാം, യേശു പറഞ്ഞ പോലെ പത്രോസേ നീ പാറയാണ്. അപ്പൊ ഞാൻ പറയാണ്, ജോമറ്റെ നിങ്ങൾ പാറയാണ്. നമ്മുടെ കോൺവെർസേഷനാണ്. പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. അങ്ങനെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഞാൻ പറയാം, ജിജോ പാസ്റ്റർ പറയാം, പാസ്റ്റർ നിങ്ങൾ പാറയാണ്, ഈ പാറമേലും ഞാൻ എന്റെ സഭ എന്ത് ചെയ്യും പണി. ഇതാണ് ആ കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം പ്രയോഗമാണ്. രണ്ട് പദങ്ങൾ നമ്മള് പുതിയ നിയമത്തില് ഗ്രീക്കില് പറയുന്നുണ്ട്. രണ്ട് പദം, ഒന്ന് ലിത്തോസ് എന്നൊരു പദമുണ്ട്, രണ്ട് പെട്രോസ് എന്നൊരു പദമുണ്ട്. ലിത്തോസും പെട്രോസും രണ്ടും രണ്ടാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ലിത്തോസ്ഫിയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ലിത്തോസ്ഫിയർ എന്നൊക്കെ അന്ന് കേട്ടോ നമുക്കൊരു ഫിയർ തോന്നും അല്ലേ, ഇതെന്തോ ഫിയറാണ്. അപ്പൊ ലിത്തോസ്ഫിയർ നമ്മൾ കേട്ടിട്ടുണ്ട്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ പാറ എന്നല്ല, ശില എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നിവർന്നു കിടക്കുന്ന, ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ നീണ്ടു കിടക്കുന്ന ശിലാഭാഗങ്ങളാണ് അല്ലെ. അത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ വലിയ പാറ, നിവർന്നു കിടക്കുന്ന വലിയ പാറ. പക്ഷെ പെട്രോസ് എന്ന് പറഞ്ഞാൽ ഒരു പാറ കഷണം എന്നാണ്. നമ്മള് ഈ നാട്ടുപുറത്ത് ജനിച്ചവരാണ്, നമുക്കറിയാം. ഞാൻ താമസിച്ച കൊടുത്തോട്ടം, അത് ഞാൻ എൻ്റെ വീട് തന്നെ ഇരിക്കുന്ന ഒരു പാറയുടെ മുകളിലാണ്. വലിയൊരു പാറയുടെ മുകളിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടേതല്ല, അവിടെ ഇരിക്കുന്ന മിക്കവാറും വീടുകളെല്ലാം പാറയുടെ മുകളിൽ. ഇപ്പോൾ ഈ മണ്ണൊക്കെ ഇട്ട് പൊക്കിയതാണ്. പക്ഷെ അപ്പൊ തന്നെ അവിടെ ഇങ്ങനെ ഈ ഒറ്റ കല്ലുകളുണ്ട്, വലിയ കല്ലുകൾ. നല്ല രസം നമുക്കത് കാണാം. നമുക്കൊരു 10 അടി വീതിയും ഒരു 10-15 അടി പൊക്കമൊക്കെ ഉള്ള പാറക്കല്ലുകളുണ്ട് അവിടെ. ഞങ്ങൾ അത് വലിഞ്ഞു കയറും അതിന്റെ മണ്ണ കയറിയിരിക്കാൻ നല്ല വലിയ ഹൈറ്റ് ഉള്ള കല്ലുകൾ. ഇതാണ് പെട്രോസ്. മനസ്സിലായോ? അപ്പൊ കർത്താവ് പറയുന്നത്, പത്രോസ്, പീറ്റർ, യു ആർ പെട്രോസ്, നീ പാറ കഷണമാകുന്നു, ഈ ലിത്തോസിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. ലിത്തോസ് രണ്ടാമത്തെ പദം. അപ്പൊ ലിത്തോസ് ആരല്ല, പെട്രോസ് അല്ല, ലിത്തോസ് കർത്താവാണ്. ആ അർത്ഥത്തിലാണ് നമ്മളതിനെ പഠിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഇനി ആ ഭാഗത്ത് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പൊ ക്രിസ്തു എന്ന പാറമേലാണ് പണിതിരിക്കുന്നത്, അല്ലാതെ പത്രോസ് എന്ന പാറമേലല്ല. പിന്നെ പല ആളുകളും ചിന്തിക്കുന്നത് നമ്മളാണ് സഭ പണിയുന്നതെന്ന് ചോദിച്ചു, നമ്മുടെ മേല ഞാനുള്ളത് കൊണ്ടാണ് ചർച്ച നിന്നു പോകുന്നതെന്നൊരു ചിന്ത നമുക്കുണ്ട് ഇല്ലേ. ചില നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ, അവിടെ ഒന്നും കുഴപ്പമില്ല, നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ചില അച്ചാമ്മമാര് പാറ പോലെ അങ്ങ് നിൽക്കും. ഒരു വിധത്തിൽ എന്ത് ചെയ്യല, ഞാനാണ് സഭ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വെറുതെ അവകാശവാദം എന്ത് ചെയ്യരുത്, നമ്മൾ മുഴക്കരുത്. ക്രിസ്തു എന്ന പാറമേലാണ് അടിസ്ഥാനമിട്ട് സഭ പണിയുക. അതുകൊണ്ട് കാറ്റുകൂളും തിരമാലകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇതിനെതിരെ ആഞ്ഞടിക്കും അല്ലെ. ആഞ്ഞടിക്കുക മാത്രമല്ല, പ്രഹരശേഷിയുള്ള പലതും വന്ന് തകർത്ത് കളയാൻ ശ്രമിക്കും. പക്ഷെ അടിസ്ഥാനം ഉറപ്പുള്ളതായതുകൊണ്ട് നമ്മെ മറിച്ചു കളയാൻ അതിന് കഴിയത്തില്ല. കാറ്റ് അടിക്കുമ്പോൾ അത് അനുഭവിക്കും. പ്രതികൂലം വരുമ്പോൾ അത് അനുഭവിക്കും. രോഗങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഈ ഉറച്ച പാറമേൽ നിൽക്കുന്നത് കൊണ്ടാണ് പൗലോസൊക്കെ പിൽക്കാലത്ത് പറഞ്ഞത്, എന്നെ
ക്രിസ്തു എന്ന ഈ പാറമേൽ നിർന്നിരിക്കുന്ന എന്നെ, ഈ സ്നേഹത്തിന്റെ പാറമേൽ നിർത്തിയിരിക്കുന്ന എന്നെ ആർക്കാണ് അട്ടിമറിക്കാൻ കഴിയുക? ഏത് ശക്തിക്കാണ് ഈ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ കഴിയുക? പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, എന്തുമാകട്ടെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് പൗലോസ് പറയുന്നുണ്ട്. ഈ ലിസ്റ്റുകൾ കരയിലെ ആപത്ത്, കടലിലെ ആപത്ത് എന്നു വേണ്ട എല്ലാ പ്രതികൂലങ്ങളും ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചപ്പോഴും ഇതിൽ നിന്ന് ഓടി ഒളിക്കാൻ, ഇതിൽ നിന്ന് മാറിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ തെളിഞ്ഞു വന്നിട്ടും ഞാൻ മാറിയിട്ടില്ല. അതിന്റെ കാരണം ഞാൻ അടിസ്ഥാനമിട്ട് നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നമ്മുടെ മേലും ആഞ്ഞടിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട്, പ്രയാണവുമായി ബന്ധപ്പെട്ട്, സുവിശേഷ ജീവിതവുമായി, ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് ഉറപ്പോടെ നിൽക്കാൻ കഴിയും. തീർച്ചയായും നമുക്ക് ഉറപ്പോടെ നിൽക്കാൻ കഴിയും. നമുക്ക് ഉറപ്പോടെ നിൽക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ അടിസ്ഥാനമിട്ട് നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ്. പൗലോസിന്റെ എഴുത്തുകളിലെ ശക്തമായ ഒരു പ്രമേയവും ഒരു പ്രത്യേകതയുമാണ് ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ നിലനിൽക്കുക എന്നുള്ള പ്രയോഗം. ക്രിസ്തുവിൽ ആണെങ്കിൽ, ക്രിസ്തു എന്ന പാറമേൽ ആണെങ്കിൽ, ആ പാറയിലാണ് നാം നിൽക്കുന്നതെങ്കിൽ നമ്മൾ പതറി പോകയില്ല, പറഞ്ഞു പോകയില്ല. ഉറപ്പുള്ള അടിസ്ഥാനമാണ് നാം ഇട്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം, സഭ ജനിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സഭ ജനിക്കുകയായിരുന്നു. സഭ ജനിക്കുകയായിരുന്നു. ഞാൻ എന്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറയുമ്പോഴും സഭ സൃഷ്ടിക്കപ്പെടുകയായിരുന്നില്ല. ആ നിലകളിൽ ഒരു ക്രിയേഷൻ വെളിയിൽ ഉണ്ടാകുകയില്ല, ജനിക്കുകയായിരുന്നു എന്നാണ്. പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്ന 120 പേർ ആത്മസ്നാനം പ്രാപിച്ച് യെരൂശലേം സഭയിലെ ആദ്യ അംഗങ്ങളായി. ഇല്ലേ? അവിടെ പറയാം, ആദ്യജാതന്മാരുടെ സഭ. ഈ പ്രയോഗമുണ്ട് പുതിയ നിയമത്തിൽ, ആദ്യജാതന്മാരുടെ സഭ. എബ്രായ ലേഖനം 12:23 ആ പ്രയോഗം, ആദ്യജാതന്മാരുടെ സഭ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സഭയിൽ അംഗമാകുന്നതിന്റെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്നതിന്റെ അടിസ്ഥാന യോഗ്യത വീണ്ടും ജനനമായിരുന്നു. അല്ലെ? അങ്ങനെയാണ് വീണ്ടും ജനിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് സഭ. അപ്പൊ നമുക്ക് അങ്ങനെ പ്രാദേശിക സഭയെ നോക്കി പറയാൻ പറ്റുകയില്ല വീണ്ടും ജനിച്ചവരുടെ കൂട്ടമാണ് സഭയെന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. യൂണിവേഴ്സൽ ചർച്ച്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ആ സഭയിൽ ആദ്യജാതന്മാരുടെ, വീണ്ടും ജനിക്കപ്പെട്ടവരുടെ സഭ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ല, സഭ ജനിക്കുകയാണ്. അല്ലെ? പെന്തക്കോസ്ത് നാളിൽ കൂടിയെന്നവരുടെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോസ്തലർ 2:14-40 3000 പേർ സഭയോട് ചേർക്കപ്പെട്ടു. അപ്പോസ്തലർ 4:4 ഏറെ താമസിയാതെ 5000 പേർ. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇന്ന് കാണുന്ന സകല ആളുകളും സഭയ്ക്കകത്ത് വരികയല്ല. പിന്നെ ഓരോ ഘട്ടത്തിലും വീണ്ടും ജനനം പ്രാപിക്കുന്ന ആളുകൾ സഭയിലേക്ക് വരികയായിരുന്നു. അപ്പൊ സഭ ജനിക്കുകയായിരുന്നു, സഭ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇന്നും ആളുകൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും ആളുകൾ വീണ്ടും ജനനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സഭ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, സഭ ജനിക്കുകയായിരുന്നു. അപ്പോസ്തലർ 2:42 മുതൽ 47 വരെ നമ്മൾ വായിക്കുന്നുണ്ട്. ഏറെ താമസിയാതെ 5000 പേർ കൂടെ സഭയിലേക്ക് അംഗങ്ങളായി. അപ്പൊ ഇങ്ങനെ പറയാം, അത് സംഘടിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നില്ല സഭ, മറിച്ച് ജനിച്ചതായിരുന്നു ഈ സഭ, അഥവാ ആദ്യജാതന്മാരുടെ സഭ. സഭാംഗത്തിന്റെ യോഗ്യത വീണ്ടും ജനനം. അപ്പൊ സംഘടിപ്പിക്കപ്പെട്ടതല്ല സഭ. ആളുകളുടെ ചിന്ത ഏതാ? നമ്മളത് മനസ്സിലാക്കി. നമ്മൾ ഈ പ്രാദേശിക സഭയുടെ ഇത് പറയുന്നുണ്ട്. ഞാനതപ്പം കുറച്ചുകൂടെ പറയാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. എങ്കിലും ഈ ഭാഗത്ത് ഒന്ന് ഓർപ്പിച്ചു പോകാം. ഈ പ്രാദേശിക സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. നമ്മൾ ഈ സംഘടനയും സഭയും രണ്ടായിട്ട് കാണും. എന്താണ് സംഘടന, എന്താണ് സഭ? ഇത് രണ്ടാ. നമ്മുടെ പ്രശ്നം, നമ്മൾ ഈ ആളുകളെ വിമർശിക്കുന്നത് കൂടുതലും അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഇങ്ങനെയാണ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അതൊരു സംഘടനയാണ്, അത് സഭയല്ല.
അതിൻ്റെ അകത്ത് സഭ ഉണ്ടാകാം, പക്ഷേ അതൊരു സംഘടന. ഇപ്പൊ IPC ഒരു സംഘടന, അസംബ്ലി സ്കൂൾ ഒരു സംഘടന, ചർച്ചകൾ ഒരു സംഘടന, ഏത് പ്രാദേശിക സഭകൾ ഏതുമാകട്ടെ, അത് ഏത് ലോക്കൽ ചർച്ച, ഒരു സംഘടനയായിട്ട് നമ്മൾ പരിഗണിക്കും. അപ്പോ ആ സംഘടനയും സഭയും രണ്ടും രണ്ടായിട്ട് കാണും. സംഘടനയ്ക്ക് അതിന്റെ നിയമങ്ങളുണ്ട്. ഒരു സംഘടന പ്രവർത്തിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ ആ സംഘടന പ്രവർത്തിക്കാൻ പറ്റൂ. ഇവിടെ ഇന്ത്യയുടെ നിയമങ്ങൾക്ക്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇവിടെ നമ്മൾ ഒരു സഭ രജിസ്റ്റർ ചെയ്യണം, നിർബന്ധമാണ്. ആ സഭ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് സൊസൈറ്റി ആക്ട് പ്രകാരമാണെങ്കിൽ അതിന്റെ കൃത്യമായ നിയമങ്ങൾക്ക് അനുസൃതമായി അല്ല, അല്ലെങ്കിൽ ട്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഈ നമ്മൾ കൊടുക്കുന്ന ബൈലോ അനുസരിച്ച് വേണം പിന്നീട് ഈ സഭ പ്രവർത്തിക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഈ പറഞ്ഞ എക്ലീഷ്യ അല്ല, ദാറ്റ് ഈസ് സംഘടന. അതാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്, ഒരു സംഘടന എന്ന് പറയും. സംഘടനയ്ക്കകത്ത് പ്രസിഡന്റ് വേണം, സംഘടനയ്ക്കകത്ത് സെക്രട്ടറി വേണം, അത് നിയമമാക്കി, നമ്മുടെ നിയമമാണ്. സംഘടനയ്ക്കകത്ത് ട്രഷറർ വേണം, സംഘടനയ്ക്കകത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. യഥാർത്ഥത്തിൽ എല്ലാ സൊസൈറ്റിയും എല്ലാ ട്രസ്റ്റിന്റെ അകത്തും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും. അത് സംഘടനാ നിയമമാണ്. അത് ജനാധിപത്യ രീതിയിലായിരിക്കണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം അത് ചെയ്യാത്ത സംഘടനകൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ബൈലോ അനുസരിച്ച് അങ്ങനെയാണ്, നമ്മൾ ഇന്ന ആളെ അല്ലെങ്കിൽ ഇത്ര വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സംഘടന. അപ്പൊ നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ്. ആളുകൾ അതുകൊണ്ടാണ് വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നത്. അവർ പറയുന്നത്, ഇതൊക്കെ എന്നാ ചെയ്യുന്നത്, ഇങ്ങനെയാണോ, വിശുദ്ധന്മാരുടെ കൂട്ടമല്ലേ, ഇതെല്ലാം പറയുമ്പോൾ ഓർത്തണം, ഇത് വിശുദ്ധന്മാരുടെ കൂട്ടമല്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ കൂട്ടമല്ല, ഇത് കുറെ ആളുകളുടെ കൂട്ടമാണ്, അത് സംഘടനയാണ്. ക്രിസ്തുവിന്റെ സഭയിൽ സംഘടനയില്ല, അവിടെ പ്രസിഡന്റ് ഇല്ല, അവിടെ നേരത്തെ പറഞ്ഞ സെക്രട്ടറി ഇല്ല, ഖജാൻജി ഇല്ല. അതിനിടയ്ക്ക് പിള്ളേരോട് ചോദിച്ചപ്പോൾ സാറേ, ഈ നമ്മൾ ഈ ഇതൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഈ അധികാരങ്ങളെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ കൈയടക്കിയൊക്കെ വെക്കുന്നവരുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനും ഒരു പ്രസിഡന്റാണ്, ഞാനും ഒരു ജനറൽ സെക്രട്ടറിയാണ്, ഞാനും ഒരു പ്രിൻസിപ്പളാണ്, ടിജോ പാസ്റ്റർ ഇതൊക്കെയാണ്. അപ്പം നമ്മളെല്ലാം ഉണ്ട്. ഇപ്പൊ വേറെ അതിൻ്റെ അകത്ത് പലരും അധികാരത്തിൽപ്പെട്ടവർ കാണും. പക്ഷേ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ നമ്മൾ ആരാണ് എന്താണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. നമ്മൾ അതിൽ അംഗമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് മാത്രം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ദെൻ കർത്താവ് എങ്ങനെയാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, എന്തിലായിരിക്കും അപ്പോയിന്റ് ചെയ്തത്, എവിടെയായിരിക്കും അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതൊരു വലിയ പ്രശ്നമാണ് അല്ലേ? അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, എത്രയും താഴ്മയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ അത്രയും എളിമപ്പെട്ടും താഴ്മയോടും കൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വലിയ പദവികൾ അലങ്കരിച്ചെന്നിരിക്കാം, ഇവിടെ നമ്മൾ കളക്ടർ ആകാം, ഇവിടെ നമ്മൾ വേണമെങ്കിൽ പ്രധാനമന്ത്രി വരെ ആകാം, നമ്മൾ ഭയങ്കര ഉദ്യോഗസ്ഥരാകാം, ലക്ഷങ്ങൾ മേടിക്കുന്ന ആളുകളാകാം, ഇവിടെ ഏറ്റവും മുന്തിയ കാറുകൾ നമ്മൾ താമസിക്കുന്ന, നമ്മൾ യാത്ര ചെയ്യുന്നവരാകാം, ഏറ്റവും വലിയ വീടായിരിക്കാം നമ്മുടേത്, എല്ലാം നമ്മളിടുന്ന വസ്ത്രങ്ങൾ വളരെ വിലപിടിപ്പുള്ളതായിരിക്കാം. പക്ഷേ ഇതൊന്നും പലരും പറയുന്നത് ഇതാണ് അനുഗ്രഹം എന്ന് പറയും. അത് അനുഗ്രഹമായിരിക്കാം, ഭൂമിയിലെ അനുഗ്രഹമായിരിക്കാം. പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം, നമുക്ക് കിട്ടിയ അനുഗ്രഹം ക്രിസ്തുവാണ് എന്ന് നമ്മൾ പഠിക്കണം. യേശുവാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ബാക്കിയെല്ലാം അതിന് താഴെ, ഒത്തിരി താഴെ. ക്രിസ്തുവാണ്, യേശുവാണ്. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഭൂമിയിലേക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അയച്ചു, നമുക്ക് തന്നെന്ന്, നമുക്ക് ദാനമായി തന്നു. ആ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ തന്നെ കാണുക. അപ്പൊ ഇവിടുത്തെ പദവികളെല്ലാം വെച്ചൊഴിഞ്ഞ് നമ്മൾ യാത്രയാണ്. ആ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു സഭയിൽ നമ്മൾ ആരായിരിക്കും? അവകാശം പറഞ്ഞിരിക്കുന്ന 12 പേരോടെ ഉള്ളൂ. ക്രിസ്തു കൃത്യമായ ഒരു കാര്യം പറഞ്ഞ 12 പേരോടാണ്. എന്താണ്? ഞാൻ ഇസ്രയേലിനെ ന്യായം വിധിക്കുമ്പോൾ, അല്ലെ അവരെ ഭരിക്കുമ്പോൾ, നിങ്ങൾ 12 പേരും എൻ്റെ കൂടെ അധികാരത്തിലുണ്ടായിരിക്കും എന്ന് ക്രിസ്തു ആകെ നേരിട്ട് പറഞ്ഞ അപ്പോസ്തലന്മാർ 12 പേർ മാത്രമാണ്. അത് യൂദ പോയി പിന്നെ അവിടെ ഒരു മത്യാസനം തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ക്രൈസ്തവ ചിന്തകർ വിശ്വസിക്കുന്നത് പൗലോസ് ആയിരിക്കാം എന്നാണ്. വന്ന 12. എനിവേ, ആര് ഭാഗ്യം, അവർക്കല്ലാതെ ആ വാക്തത്വം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ആ വാക്തത്വത്തിന്റെ പിന്തുടർച്ചയുണ്ട്, അപ്പോസ്തോലിക ശുശ്രൂഷയുടെ പിന്തുടർച്ചയുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വലിയൊരു എന്താ പറയുക, വലിയ ഏറ്റവും ഉന്നതമായി നിൽക്കുകയും ക്രിസ്തുവിന്റെ അപ്പോയിന്റ്മെന്റിൽ നമ്മൾ താഴേക്ക് പോവുകയും ചെയ്യുമോ? അവിടെ ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ നമ്മളത്
വളരെ ചിന്തിക്കണം. അപ്പം ഈ സഭ എന്ന് പറയുന്നതും സംഘടന എന്ന് പറയുന്നതും രണ്ടും രണ്ടായി നമ്മൾ കാണും. അതിനെ ഒന്നായി കാണുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, നമുക്കതിലേക്ക് സഭ ജനിക്കുകയായിരുന്നു. സഭ ഒരു സംഘടിപ്പിക്കപ്പെട്ടതല്ല. എല്ലാവരും കൂടി ചിലർ പറയും 12 അപ്പോസ്തലന്മാർ, ക്രിസ്തു സംഘടിപ്പിച്ച 12 അപ്പോസ്തലന്മാർ എന്നാണ് സഭ ആരംഭിച്ചത് എന്നുള്ള പ്രയോഗം തെറ്റാണ്. അങ്ങനെയല്ല, സഭ ജനിക്കുകയായിരുന്നു. സഭ അവരിൽ നിന്ന് മാത്രമല്ല, അന്ന് പെന്തക്കോസ്ത് നാളിൽ അവർ കാത്തിരുന്നു, ദൈവശക്തി പ്രാപിച്ചു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതോടുകൂടിയാണ് സഭയുടെ സ്ഥാപനം. ആ സഭയിൽ അന്ന് 3000 പേർ ഒരുമിച്ച് കയറിയതാണ്. 3000 പേര് രക്ഷിക്കപ്പെട്ടു വന്നു എന്നാണ് ഈ ഹിസ്റ്ററി പറയുന്നത്, ലൂക്കോസ് പറയുന്നത്. അത് ആ കണക്കാണ് നമുക്ക് ആദ്യമായി അറിയാവുന്നത്. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. അവർ മാനുഷികമായി ചിന്തിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെങ്കിലും മനുഷ്യരാണ് അത് എഴുതപ്പെട്ടത്. അപ്പൊ ആ കണക്ക് കൃത്യമായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പിന്നീട് 5000 പേര് കയറുന്നതായിട്ട് പറയുന്നുണ്ട്, സഭയിലേക്ക് രക്ഷിക്കപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് കണക്ക് പറയാൻ പറ്റത്തില്ല, കാരണം സഭ ചിതറി. അവർ ചെന്നിടത്തൊക്കെ സുവിശേഷം പറഞ്ഞു. അങ്ങനെ സഭകൾ. അതുകൊണ്ട് ഈ 3000, 5000, 7000 എന്നൊക്കെ പറയുന്ന കണക്കുകൾക്ക് ഇപ്പുറത്തേക്ക് പിന്നെ സഭയെ കുറിക്കേണ്ടതിന് ഈ കണക്ക് പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അവർ പ്രാദേശികമായി സഭയ്ക്ക് പേരിട്ടത്. ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടിയോ? പ്രാദേശികമായി സഭയ്ക്ക് പിന്നെ പേരിടുക. കാരണം ഈ ആളുകളെ അഡ്രസ് ചെയ്യാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ ആളുകളെ അഡ്രസ് ചെയ്യേണ്ടതിന് അവർ പിന്നീട് പേരിടുക. പേര്. അതാണ് നമ്മൾ ഇനി അടുത്ത പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ 6ാമത്തെ ചിന്തയിൽ നമ്മളത് പറയും. 5ാമത്തത് സാർവത്രിക സഭയും പ്രാദേശിക സഭയും. അപ്പൊ എഴുതിക്കോ, സാർവത്രിക സഭയും പ്രാദേശിക സഭയും. സാർവത്രിക സഭയും പ്രാദേശിക സഭയും. അത് 5ാമത്തെ ചിന്തയാണ്. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത് വർത്തമാന യുഗത്തിലേത് മാത്രമാണ് സഭ. 2, സഭ പെന്തക്കോസ്തിലാണ് സ്ഥാപിതമായത്. 3, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടാണ് സഭ പണിതിരിക്കുന്നത്. 4, സഭ ജനിക്കുകയായിരുന്നു. സഭ സംഘടിപ്പിക്കപ്പെട്ടതല്ല, ജനിക്കുകയായിരുന്നു. 5ാമത്തത് സാർവത്രിക സഭയും പ്രാദേശിക സഭയും. ഞാന് ഇത് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ അല്പനേരം വിശദീകരിച്ചത് ഇതുമായി ചേർന്ന ചില കാര്യങ്ങളായിരുന്നു. സഭയെ പല പേരുകളിൽ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ. സാർവത്രിക സഭ എന്ന് പറയുന്നുണ്ട്, പ്രാദേശിക സഭ എന്ന് പറയുന്നുണ്ട്, പിന്നെ അദൃശ്യ സഭ എന്ന് പ്രയോഗിക്കുന്നുണ്ട് ബൈബിളിൽ. അതുപോലെ ദൃശ്യസഭ എന്നും നമുക്ക് പറയാം. ഇങ്ങനെ പല വിധത്തിൽ വിവരിക്കുന്നുണ്ടെങ്കിലും സഭ ഇങ്ങനെ പറയാൻ പറ്റും. ഏറ്റവും അനുയോജ്യമായ പദം സഭ ഏകവും കാതോലികവുമാണ് എന്ന പ്രയോഗമാണ്. സഭ ഏകവും കാതോലികവുമാണ് എന്ന് പറഞ്ഞാൽ സഭ ഒന്നേ ഉള്ളൂ. അത് ഈ യൂണിവേഴ്സ് മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു സംവിധാനമാണ് സഭ. അപ്പം അതിനെയാണ് നമ്മൾ സാർവത്രിക സഭ അഥവാ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത്. അദൃശ്യ സഭയുണ്ട്, ദൃശ്യസഭയുണ്ട്. ദൃശ്യസഭ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സഭ. ഞാനിരിക്കുന്നതും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ദൃശ്യസഭയുണ്ട്, ആളുകൾ കൂടി വന്ന് ആരാധിക്കുന്ന ഒരു ദൃശ്യസഭ. അദൃശ്യ സഭ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സഭയാണ്. അതിന് യേശുക്രിസ്തു പറഞ്ഞ പ്രയോഗം, ഞാൻ എൻ്റെ സഭ എന്ന് പറഞ്ഞാൽ എൻ്റെ സഭയെ നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ സഭയെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടതെല്ലാം പ്രാദേശിക ഘടകങ്ങളെയാണ്, പ്രാദേശിക സഭയാണ്, ലോക്കൽ ചർച്ചിനെയാണ്. ഓക്കെ, ദൈവ സൃഷ്ടിയിൽ സഭ ഏകമാണ്. കാരണം ഇത് ആരംഭിച്ചത് ഒരു നാളിലാണ്, പെന്തക്കോസ്തിലാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്നാണ് സഭ ആരംഭിക്കുന്നത്. എവിടെയാണ് സഭയുടെ ആദ്യ സ്ഥാപനം നടക്കുന്നത്? യെരൂശലേമിൽ തന്നെയാണ്. നമ്മൾ എത്ര തർക്കിച്ചാലും പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കാരണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സഭ സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയിൽ അവിടെ തുടങ്ങിയില്ല, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടത് യെരൂശലേമിൽ തന്നെയാണ് സഭയുടെ ആദ്യ സ്ഥാപനം നടക്കുന്നത്. ക്രിസ്തുവിന്റെ സഭയിൽ വിശ്വാസിയാക്കി വെക്കുന്നത് ആത്മസ്നാനമാണ്. ആത്മസ്നാനം, മുഴുവൻ സ്നാനമുണ്ട്, അപ്പോൾ തന്നെ ആത്മസ്നാനമുണ്ട്. മുഴുവൻ സ്നാനം പ്രാദേശികമായി നമ്മളെ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ മുഴുജനത്തിന്റെ മുമ്പിൽ നാം ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനം ഇതിനോട് ഏകീഭവിച്ചുകൊണ്ടാണ് സ്നാനം നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ സഭയിൽ ഒരാൾ ചേരുന്നത് സ്നാനപ്പെട്ടത് കൊണ്ടാകണം എന്ന് ഉറപ്പില്ല.
എന്താ ഉറപ്പില്ലാത്ത? ഒരാള് പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ ആൾ സഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അതിന്റെ കാരണം ഇപ്പൊ നമുക്കറിയാം, ചിലർ ചുമ്മാ സ്നാനപ്പെടുന്നുണ്ട്, അല്ലേ? അമേരിക്കയ്ക്ക് പോയ സ്നാനപ്പെട്ടവരുണ്ട്, കല്യാണം കഴിക്കാൻ സ്നാനപ്പെട്ടവരുണ്ട്, ചർച്ചിൽ ചേരണമല്ലോ സ്നാനപ്പെട്ടവരുണ്ട്. ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ട നാളെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് പെട്ടവരുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് ഒരാളെ ചേർക്കുന്നത് ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് വന്ന ശേഷമാണ് ഒരാൾ അതിലേക്ക് കയറുന്നത്. അപ്പൊ സഭയ്ക്കകത്തേക്ക് നമ്മളെ നടത്തി കയറ്റുന്നത് ആത്മസ്നാനമാണ്, പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണ് എന്ന് മറന്നു പോകരുത്. ആത്മസ്നാനത്തിന്റെ വാക്തത്വമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. ആ സഭ എന്ന് പറയുന്നത് ആത്മസ്നാനത്തിന്റെ വാക്തത്വമാണ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്തൊരു ഘടകം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശിക സഭയാണ്. അപ്പൊ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത് എന്റെ സഭ എന്ന പ്രയോഗമാണ്. ആ സഭ ദൃശ്യമല്ല, അദൃശ്യമാണ്. ആ അദൃശ്യ സഭയ്ക്കകത്ത് ഒരാൾ കയറുന്നത് ആത്മസ്നാനത്തിലൂടെയാണ് എന്ന കാര്യം മറന്നത്. ഇനി പ്രാദേശിക സഭയുണ്ട്, അല്ലെ? പേരുകൊണ്ടോ നമ്മൾ അതിനെ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. സ്ഥലത്തിന്റെ പേര്, പണ്ട് ആളുകൾ സ്ഥലത്തിന്റെ പേര് കൂട്ടിയാണ് നമ്മൾ കാണും. അതായത് പുതിയ നിയമകാലത്ത് സഭാചരിത്രം പഠിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു ദേശത്തിന്റെ പേര് മുഖാന്തരമാണ് ഒരു സഭ അറിയപ്പെട്ടത്. നമുക്കറിയാമല്ലോ, യെരുശലേമിലെ സഭ, അന്ത്യോക്യയിലെ സഭ, എഫെസോസിലെ സഭ, ഗലാത്തിയിലെ സഭ, ആസിയയിലെ സഭകൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെല്ലാം ഇഷ്ടംപോലെ റെഫറൻസുകൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്, അല്ലേ? അപ്പം അതൊന്നുകൂടെ നോക്കി, ഈ പ്രാദേശികമായ ഒരു കൂട്ടം, ആ കൂട്ടത്തിന് അതിൻ്റെതായ പ്രാധാന്യം. എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ പ്രാദേശികമായിട്ട് നമ്മൾ കൂടുന്നത്? യെരുശലേമിൽ അവർ അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചുമൊക്കെ പോകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്. എന്താണ് പ്രാദേശികമായ സഭ കൂടുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം? ആത്യന്തിക ലക്ഷ്യം അവർക്ക് ആത്മീക വർധന ഉണ്ടാകുകയും, രണ്ട്, ആത്മാവിന്റെ ശക്തിയോടെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഈ രണ്ട് ലക്ഷ്യമാണ് പ്രാദേശിക സഭയ്ക്ക് ആത്യന്തികമാണ്. ആത്മീക വർധന ഉണ്ടാകുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം കരുതുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം പ്രബോധിപ്പിക്കുക. ഇതൊക്കെ സഭയുടെ പ്രാദേശിക ഘടകത്തിൽ നടക്കും. പരസ്പരം പ്രബോധിപ്പിക്കുക. ഇതെല്ലാം ചെയ്ത ശേഷം രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പ്രാദേശിക സഭ ചെയ്യണം, സുവിശേഷം അറിയിക്കണം. നമ്മൾ ഈ ആളുകളൊക്കെ ന്യൂജൻ സഭക്കാരെ അതും ഇതുമൊക്കെ ഇങ്ങനെ തമാശ പോലൊക്കെ പറഞ്ഞ് കളിയാക്കാം. എൻ്റെ ചോദ്യം, ഈ ട്രഡീഷണൽ പെന്തക്കോസ്ത് ആളുകൾ സുവിശേഷം പറയുന്നത് പണ്ടേ നിർത്തിയാണ്. അവർ പറയുന്നില്ല. അതിന്റെ കാരണം, ഒരു സഭ വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു പ്രാദേശിക സഭ വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പാസ്റ്റർ അല്ല. പാസ്റ്റർ എന്ന് പറയുന്നയാൾ പാസ്റ്ററിംഗ് ദ ഷീപ്പ്, ആടുകളെ മേയ്ക്കുന്ന, നടത്തുന്ന, ഭക്ഷണം കൊടുക്കുന്നതാണ്. എവിടുത്തെ ആടുകളെ? സഭയ്ക്കകത്തെ സ്വന്തം ആടുകളെ. അപ്പൊ പിന്നെ ആരാണ് സുവിശേഷം പറയേണ്ടത്? അത് സഭയുടെ ദൗത്യമാണ് സുവിശേഷം അറിയിക്കുക. ഏറ്റവും വളരുന്ന സഭകൾ എങ്ങനെയാ വളരുന്നത്? വിശ്വാസികൾ സുവിശേഷം പറയുന്ന സഭയാണ് പെട്ടെന്ന് വളരുന്നത്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ നിരന്തരമായി ഇടപെടുന്ന ആളുകളോട് സുവിശേഷം പറയുന്നതിലൂടെയാണ് ഒരു പ്രാദേശിക സഭ വളരുന്നത്. പ്രാദേശിക സഭ വളരാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ആ സഭയിലെ പാസ്റ്റർ ആയിരിക്കുകയില്ല, ഭൂരിപക്ഷവും ആ സഭയിലെ വിശ്വാസികളാണ്. ഒരു നാട്ടിൽ, ഒരു ദേശത്ത്, ഒരു സ്ഥലത്ത് വിശ്വാസികൾ മാതൃകാപരമായി ജീവിക്കുമ്പോൾ അത് കണ്ടിട്ട് ജനത്തിന് അവരോട് അട്രാക്ഷൻ ഉണ്ടാകും, താല്പര്യം. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയിരിക്കുന്നത്? ഒരാൾ വന്ന് നമ്മെ ചീത്ത പറയും, അവർ മൗനമായി നിന്നുകൊണ്ട്, സഹോദര നിങ്ങൾ ക്ഷമിക്കേ, സാരമില്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് മാന്യമായി അവരോട് പറയുമ്പോൾ ഇവൻ എന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്, അപ്പൊ അവനതൊരു അന്വേഷണത്തോടെ ഉണ്ടാകും. അല്ലെങ്കിൽ അവൻ വസ്ത്രം ധരിക്കുന്നത് കാണുമ്പോൾ, അവന്റെ ശൈലി കാണുമ്പോൾ, ആളുകളോടുള്ള ഇടപെടൽ. കുറഞ്ഞ പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട്, എൻ്റെ സഹോദരനോട് പറയാം, ഒന്നും ചെയ്തില്ല, ആളുകളെ കാണുമ്പോൾ ഒന്ന് തുറന്ന് ചിരിക്കണം, അല്ലെ? ഏറ്റവും നമുക്ക് പിശിക്കുള്ളൊരു കാര്യം ഇപ്പൊ മനുഷ്യൻ, ആളുകളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ.
ആ മുഖത്തൊരു സന്തോഷത്തോടെ അവരെ കാണുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഈ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. ആളുകളോട് നമ്മുടെ വെറുപ്പിനെ നമ്മുടെ മുഖഭാവത്തിലൂടെ പ്രകടിപ്പിക്കാൻ ഏറ്റവും ബിരുദന്മാരാണ് നമ്മൾ, പ്രത്യേകിച്ചും വിശ്വാസികൾ എന്നൊക്കെ അവകാശപ്പെടുന്നവർ. നമ്മളതിൽ ഇങ്ങനെ മുഖത്ത് കാണിക്കും, പറ്റുമെങ്കിൽ മിണ്ടാതിരിക്കും, ഇല്ല. നമ്മൾ നല്ല മനസ്സോടുകൂടെ നല്ല തുറന്ന ചിരിയോടുകൂടെ ആളുകളെ സമീപിക്കാൻ കഴിയും. അതൊക്കെ തന്നെ ആളുകളെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ, എന്തുകൊണ്ടാണ് ഇവർക്ക് ക്ഷമിക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഭക്ഷണ കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യരെ സഹായിക്കുന്നത്, എന്താണ് അവര് സാരമില്ല നമുക്ക് പരിഹരിക്കാമെന്ന് അവർ പറയുന്നതിന്റെ കാരണം എന്താണ്, വാട്ട്സ് എ റീസൺ, റീസൺ അന്വേഷിക്കും ആളുകൾ. അറിയാതെ തോന്നും എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു കസിന്റെ കുഞ്ഞിനെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവള് പറഞ്ഞു പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു, കരഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അവളോട് പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പെന്തക്കോസ്താരി കൊച്ചുണ്ട്, ഒരു ഹൈന്ദവമായി നിൽക്കുന്ന ഒരു കുഞ്ഞാ, എൻ്റെ കൂടെ ഒരു പെന്തക്കോസ്താരി എൻ്റെ കൂട്ടുകാരിയുണ്ട്, ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പം അവള് വന്ന് എന്നാ നീ ഭാരപ്പെടണ്ട ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. കഴിഞ്ഞ ദിവസം ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തു, നന്നായി മോളെ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഇവള് ഇങ്ങനെയാണ്, നീ ഇവളെ കൂടെ രക്ഷിക്കപ്പെടുത്തി, അവള് ബിഡിസിന് പഠിക്കുക, ഞാൻ പറഞ്ഞു ഇവളെ കൂടെ രക്ഷിക്കപ്പെടുത്തി എടുക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഭാവം ഉണ്ടാകാതെ വരുന്നത്? പലപ്പോഴും അവിടെ കൂടെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. അവരെ കാണുമ്പോൾ എന്നാ നിന്റെ പ്രയാസം എന്ന് ചോദിക്കാനും, സാരമില്ല നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി മാറും എന്നൊക്കെ പറയാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് തലമുറകൾ ഉയരണം. സഭയിലെ ഇവിടെ ഈ ഇരിക്കുന്ന സഹോദരങ്ങളെല്ലാം ഞാൻ പറയാം, നിങ്ങളെല്ലാം പേരുകൾ പറയണമെന്നുണ്ട്, സമയം കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ നിങ്ങളോടെല്ലാം ഞാനൊരു കാര്യം പറയാം. ഒരാളോടെങ്കിലും നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാളോടെങ്കിലും നമുക്ക് സുവിശേഷം പറയാൻ പറ്റുന്ന ഒരു ദിവസം ഈസി ആയിട്ട് പറയാം. സുവിശേഷത്തെ കുറിച്ച് പഠിപ്പിക്കണം, സുവിശേഷീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പതിവായി സാധനം മേടിക്കുന്ന കടകൾ കാണും. നമ്മൾ പതിവായി ഇപ്പൊ നാട്ടുപുറത്ത് പറയുകയാണെങ്കിൽ പതിവായി പാല് മേടിക്കുന്ന ആളുകളുണ്ട്. ഇന്ന ഒരു സ്റ്റോറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരാളോടായിരിക്കും. പതിവായി നമ്മൾ മീൻ മേടിക്കുന്ന ആളുകൾ കാണും. പതിവായി നമ്മൾ ഇറച്ചി പോയി മേടിക്കുന്ന കട കാണും, ചിക്കൻ മേടിക്കുന്ന കട കാണും, പലചരക്ക് മേടിക്കുന്ന കടകൾ കാണും. പതിവായിട്ട് പോകുന്ന ആളുകളാണ്. ഇന്ന് വരെ അവരോട് നമ്മൾ സുവിശേഷം പറഞ്ഞോ? സുവിശേഷം പറഞ്ഞില്ല. അതാണ് പ്രശ്നം. പാൽക്കാരനോട് പറഞ്ഞില്ല, മീൻകാരനോട് പറഞ്ഞില്ല. ഇതൊക്കെ അവർക്ക് വേറെ, അവൻ മീൻകാരനും പാൽക്കാരനും പലചരക്കടക്കാരനും ഇറച്ചിക്കടക്കാരനും ചിക്കൻ കടക്കാരനും മാത്രമായിട്ട് മാറി നിൽക്കുകയാണ്. ഒരിക്കലെങ്കിലും അവന്റെ ഫ്രീ ടൈമിൽ ചെന്നിട്ട് സാധനം മേടിച്ച്, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കല്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് മേടിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഇവരല്ല. അവരോട് ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷത്തെ കുറിച്ച് പറയാൻ നമുക്ക് വേണം. അപ്പൊ തൊട്ടടുത്ത ആളുകളോട് സുവിശേഷം പറയാതെ എങ്ങനെയാണ് നമുക്കെല്ലാം ഏറ്റവും ഇഷ്ടം ഒരു വലിയ വേദി കിട്ടിത്തരികയാണ്, അവിടെ കയറി നിന്ന് സാക്ഷി പറയുക, സുവിശേഷം പറയുക എന്ന് ഉള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അതല്ല, നമ്മൾ പ്രാദേശിക ഘടകത്തെ വളർത്തണമെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സഭയെ വളർത്താൻ സുവിശേഷം പങ്കുവയ്ക്കണം. ഞാൻ ഇനി അധികം ദീർഘമാക്കുന്നില്ല, നിങ്ങൾക്ക് സമയത്തിന്റെ പ്രയാസം അല്പം താമസമാണ് എനിക്ക് കയറാൻ പറ്റിയത്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് 2 കാര്യങ്ങൾ കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സഭാചരിത്രത്തിൽ പറയുന്ന സഭയുടെ പേരുകളും ആദിമ സഭയുടെ സംവിധാനം. അപ്പം സഭാചരിത്രത്തിൽ സഭയുടെ പേരുകൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുക. അതുപോലെ ആദിമസഭയുടെ സംവിധാനം ചെറിയ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ്, ഇലാബറേറ്റ് ചെയ്യാതെ സംക്ഷിപ്തമായിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ഇത് പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. പ്രാദേശിക സഭയുടെ ദൗത്യം. യെരുശലേം സഭയുണ്ടായിരുന്നു, അന്ത്യോക്യയിലെ സഭയുണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നില്ലേ, അന്ത്യോക്യ സഭയിലെ മൂപ്പന്മാർ പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ കണ്ടോ? അതായത് പൗലോസിനെയും ബർന്നബാസിന്റെയും തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആത്മനിയോഗിതരായ മൂപ്പന്മാർ, എൽഡേഴ്സ് ഉണ്ടായിരുന്ന സഭയാണ് അന്ത്യോക്യയിലെ സഭ. ആ സഭ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, അത് സുവിശേഷം പറയേണ്ടതിന്, സുവിശേഷവൽക്കരണത്തിന് അനവധി പേര് അയച്ച സഭയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഭ, കാനഡയിലെ സഭയാകട്ടെ, നാട്ടിലെ ഏത് സഭയാകട്ടെ, നിങ്ങൾ കൂടി വരവിൽ നിന്ന് 100 കണക്കിന് സുവിശേഷകർ പുറത്തു വരണം. 100 കണക്കിന് സുവിശേഷകർ പുറത്തു വരണം. കൃപാവരപ്രാപ്തർ പുറത്തു വരണം. ആത്മനിയോഗത്തോടെ കർത്താവിനെ പ്രസംഗിക്കുന്നവർ പുറത്തു വരണം. വളരെ ശക്തമേറിയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ പുറത്തു വരണം. ഒരാളിൽ ഒതുങ്ങാനുള്ളതല്ല, 2 പേരിൽ ഒതുങ്ങാനുള്ളതല്ല, ഒരു കമ്മിറ്റിക്കകത്ത് ഒതുങ്ങുന്നതല്ല. ഒത്തിരി പേർ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കൂടി വന്ന് ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, കൂടി വന്ന് കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടി മാത്രമല്ല, സുവിശേഷം പറയാൻ കഴിയുന്ന നിലയിൽ ഒരു വലിയ കൂട്ടത്തെ നമ്മുടെ സഭയിൽ നിന്ന്
ഉളവാക്കിയെടുക്കാൻ, സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ സഭ പരാജയമാണ്. തീർച്ചയായും സഭ പരാജയം. അന്ത്യോക്യ സഭയെപ്പോലെ, യെരൂശലേമിലെ സഭയെപ്പോലെ സുവിശേഷം പറയാൻ കഴിവുള്ള പ്രാപ്തിയും കർത്താവിന് വേണ്ടി നന്നായി നിൽക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളെ നമ്മുടെ സഭ വാർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഡെഡ് ചർച്ചായി മാറും. അതൊരു എന്താ പറയുക, ചത്ത സഭയായി മാറും. അതിന്റെ കാരണം എന്നാ? ആ സഭ ശുശ്രൂഷകളില്ലാതെ, കൃപാവരപ്രാപ്തരില്ലാതെ. പണ്ട് നമ്മുടെ സഭകളിലൊക്കെ പ്രവചിക്കുന്ന ആന്റിമാരുണ്ട്, അതല്ലേ, അമ്മച്ചമാർ. വളരെ സൂപ്പറായിട്ട് പ്രവചിക്കുന്ന അമ്മച്ചമാരുണ്ട്, വെളിപ്പാട് കാണുന്ന അപ്പച്ചന്മാരുണ്ട്. വചനം പാസ്റ്റർ പറയുന്നത് പോലെ തന്നെ വചനത്തിന്റെ ആഴമറിഞ്ഞ് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വചനം പഠിക്കുകയും വായിക്കുകയും. നമുക്കറിയാം, ഇപ്പം നമുക്കറിയാം, ഒരു അനുഗ്രഹത്തിന്റെ നന്മയുടെയും ഒക്കെ ശുശ്രൂഷയാണ്, എന്താ പറയുക, ഒരു വിടുതലിന്റെ ശുശ്രൂഷയാണ് നടക്കുന്നതെങ്കിൽ ആളുകൾ ഓടിക്കൂടും. അത് എവിടെയും അങ്ങനെയാണ്. അത് അവിടെ എവിടെയല്ല, എവിടെയും അങ്ങനെയാണ് കാലികമാടി. പക്ഷെ വചനം ഒന്ന് പഠിക്കാം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേര്. ഞാനാണ് 3 പേർക്ക് വേണ്ടിയൊക്കെ 2 വർഷം ഒരു ഒരു സ്ഥാപനത്തിൽ വെറും 3 പേർക്ക് വേണ്ടി പഠിപ്പിക്കാനായിട്ടുണ്ട്. 2 വർഷം കണ്ടിന്യൂ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രയോജനമാണ്. 2 പേരെ 3 പേരോ ഉണ്ടെങ്കിൽ വചനം പഠിച്ച ഒരു പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തു എന്ന പാറമേൽ നമ്മൾ നല്ല അടിസ്ഥാനത്തെ ഉറപ്പിച്ച്, ആ പാറമേൽ നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മളെ അവിടെ ബോണ്ട് ചെയ്ത് പിടിക്കും, നമ്മളെ ശക്തിയോടെ അവിടെ പിടിച്ചു നിർത്തുന്നത് ക്രിസ്തുവിന്റെ വചനമാണ്. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാനും ദൈവത്തിനെ പഠിക്കാനും കർത്താവ് അവസരം നൽകിയല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ഒരു നല്ല ദിവസത്തെ നേരുന്നു. താങ്ക് യു.